ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും അതുപോലെ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പാനിഷ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്താണാവുമെന്ന്. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് അത്യാവശ്യം ഓയിൽ വേണം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓയിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഇതിനായിട്ട് എടുക്കാം. വെളിച്ചെണ്ണയൊന്നും നമ്മളിതിനായിട്ട് എടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആദ്യം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് അത് പെട്ടെന്ന് കുക്കായി വരുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഇളക്കി കൊടുത്തിട്ട് മറ്റേ സൈഡൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവോള ഇതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള നമുക്ക് ഏകദേശം 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ഒരു 1/2 കപ്പ് ക്യാബേജ് കനം കുറച്ചിട്ട് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാബേജും ക്യാപ്സിക്കും ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഉരുളക്കിഴങ്ങും സവാളയും ഇതിൽ നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓംലെറ്റിൽ നമ്മൾ ഇനി വീണ്ടും ഉപ്പ് ചേർക്കും. എന്നിട്ട് ഇത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. ഈ ക്യാപ്സിക്കും ക്യാബേജും ഒന്നും ഒരുപാട് അങ്ങോട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ റോ ടേസ്റ്റ് പോകുന്നവരെ ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ ആ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഒരു ഓംലെറ്റിന് വേണ്ടിയിട്ട് ഇവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഓംലെറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റൈലും ചെയ്യാം. അതായത് കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ ഒരു മീഡിയം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഓംലെറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചീസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ മുട്ടയും വെജിറ്റബിൾസും കൂടിയിട്ടുള്ള ഈ ഒരു മിക്സിൻ്റെ പകുതി ഭാഗം മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മുട്ടയും കൂടി മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മുട്ട ഒന്ന് കുക്കായി വരാനായിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ അതുവരെ അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവും. ഇപ്പോൾ ഓംലെറ്റിൻ്റെ അടിഭാഗം നന്നായിട്ട് കുക്കായിട്ട് സൈഡൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മളിനി ഒരു കയ്യിലൊക്കെ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ പാനിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വയ്ക്കാം. എന്നിട്ട് ഈ പാൻ പ്ലേറ്റിലേക്ക് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക. ഈ സമയത്ത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വീണ്ടും പാനിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ പതുക്കൊന്ന് ആ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോഴേക്കും മറ്റേ സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഒരു 2-3 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ടുണ്ടാവും. പിന്നെ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കത് ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ സലാഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും സോസ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ സ്നാക്കായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ സ്പാനിഷ് ഓംലെറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്